ആക്സിയം 4 ദൗത്യത്തിലൂടെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് ഇന്ത്യക്കാരനായ ശുഭാംശു ശുക്ല ഉൾപ്പെടെ 4 അംഗ സംഘം എത്തിയത് അസുലഭമായ നേട്ടമായാണ് വിലയിരുത്തുന്നത്. ബഹിരാകാശ മേഖലയിലെ ഇന്ത്യയുടെ സുസ്ഥിരമായ വളർച്ചയാണ് ഇതിലൂടെ പ്രകടമാകുന്നത്. ഇന്ത്യയുടെ ബഹിരാകാശ പദ്ധതിയിൽ ഒരു പുതിയ ഘട്ടത്തിന്റെ തുടക്കമായാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള ശുഭാംശു ശുക്ലയുടെ യാത്ര. 15 വർഷം മുമ്പ് ആരംഭിച്ച ഇന്ത്യയുടെ ഗഗൻയാൻ പദ്ധതി ഏതാണ്ട് അന്തിമഘട്ടത്തിൽ എത്തി നിൽക്കുന്ന വേളയിൽ ശുഭാംശുവിന്റെ യാത്രയ്ക്ക് നിർണായക പ്രാധാന്യമാണുള്ളത്. ആക്സിയം 4 ദൗത്യത്തിൽ നിന്നുള്ള വിവരങ്ങൾ ഗഗൻയാൻ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഇസ്രോയ്ക്ക് കൂടുതൽ കരുത്തേകുമെന്നാണ് വിലയിരുത്തൽ. ഗഗൻയാൻ പദ്ധതി എന്ന മനുഷ്യ ബഹിരാകാശ യാത്രയിലൂടെ പുതിയ തലത്തിലേക്കാണ് ISRO കടക്കുന്നത്. 2040 ആകുമ്പോഴേക്കും ബഹിരാകാശത്ത് സ്വന്തം നിലയം സ്ഥാപിക്കാനും ചന്ദ്രനിൽ മനുഷ്യരെ എത്തിക്കാനുള്ള പദ്ധതികൾ ഇസ്രോ ഇതിനകം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. 2027ഓടെ ഗഗൻയാൻ പദ്ധതിയിൽ ആദ്യ ക്രൂ ദൗത്യം ആരംഭിക്കാനാണ് തീരുമാനം. ബഹിരാകാശ മേഖലയിൽ സ്വകാര്യ മേഖലയുടെ പങ്കും ഉപയോഗപ്പെടുത്താനുള്ള വലിയ ശ്രമവും നടക്കുന്നുണ്ട്. ഇതിനായി വലിയ അവസരങ്ങളാണ് ഇസ്രോ തുറന്നിട്ടുള്ളത്. ബഹിരാകാശ മേഖലയിലെ അനന്ത സാധ്യതകൾ പ്രയോജനപ്പെടുത്തി നിരവധി യുവപ്രതിഭകളെ ഈ മേഖലയിലേക്ക് ആകർഷിക്കാനും ഇതുവഴി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുകയും ചെയ്യാൻ സാധിക്കുമെന്നാണ് വിലയിരുത്തൽ. മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്ന ഗഗൻയാൻ പദ്ധതിയും ഭാവിയിൽ സ്വന്തമായി ബഹിരാകാശ നിലയം സ്ഥാപിക്കാനുള്ള ഇന്ത്യയുടെ ലക്ഷ്യവും കണക്കിലെടുക്കുമ്പോൾ ശുഭാംശുവിന്റെ യാത്ര സുപ്രധാന ചുവടുവയ്പ്പാണ്. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.